ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ ഈ ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഒരു എംറ്റി ബോട്ടിലും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കണ്ടെയ്നർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇത് അതേപോലെ ഒരു ബോട്ടിൽ എടുക്കുക. ബോട്ടിലിൻ്റെ താഴെയുള്ള ആ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് അതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ പീസ് അതിൽ മേലായിട്ട് വെച്ച് കറക്റ്റ് അളവിൽ ഇത് അതേപോലെ ഒരു സർക്കിൾ വരച്ചെടുക്കാം. ഇനി ഇത് സിസർ ഉപയോഗിച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ രണ്ട് വശവും കവർ ചെയ്യുന്നതിനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് രണ്ട് സൈഡിലുമായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും അളവ് ആദ്യം കട്ട് ചെയ്ത ബോട്ടിലിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അതേ അളവിൽ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡ് കവർ ചെയ്യുന്നതിനായിട്ട് അതേ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുക. അതിൻ്റെ അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടും കേട്ടോ. ഫുൾ കവർ ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ആ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിൽ പീസിലാണ്. അത് അതേപോലെ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ബോട്ടിലിൻ്റെ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ 5 പീസസ് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ബോട്ടിലേക്ക് ചെയ്യാതിരിക്കുക. കാരണം ഗ്ലൂ ഗണ്ണിൻ്റെ ചൂട് കൊണ്ട് അത് ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിലേക്ക് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ പീസസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും എന്തോ ഒരു കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. നമ്മളിതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ സെയിം കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബോട്ടിലിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഓരോ സർക്കിളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കുന്നതിനായിട്ട് സർക്കിൾ ഷേപ്പിൽ ഒരേ അളവിലുള്ള 3 പീസസാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്കതിനുള്ള പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ആ മടക്ക് വീണ ഭാഗങ്ങളിലൂടെ സിസർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ വരെ കട്ട് ചെയ്യണ്ട കേട്ടോ, അതിന് തൊട്ട് മുകളിൽ വരെ കട്ട് ചെയ്താൽ മതി. നമുക്കിതിൻ്റെ ഓരോ പീസസും പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മളെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ അയൺ ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോഴായിരിക്കും പെറ്റൽസൊക്കെ കുറച്ചും കൂടി ഒന്ന് കാണാൻ ഭംഗിയുണ്ടായിരിക്കുക. ഇനി ഇത് നമുക്ക് ഓരോന്നും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമ്മൾ സെൻറ്ററിലെ പോർഷനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പെറ്റിൽ മാത്രം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി അതിന് ഓപ്പോസിറ്റുള്ള പെറ്റിൽ അതിൻ്റെ സൈഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ പെറ്റിലും ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടുത്ത ലെയറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ലെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ആദ്യം ഒരു പെറ്റിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇടവിട്ടിട്ട് വേണം അടുത്ത പെറ്റിൽ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അടുത്ത ലെയറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുമാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു കണ്ടെയ്നറിൽ നമുക്ക് കുട്ടി കുട്ടി സ്റ്റേഷനറീസോ ഒക്കെ വെച്ച് ഓർഗനൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ സ്റ്റേഷനറീസോ ചോക്ലേറ്റ്സോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ്സ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.